എബ്രോഡ് ലൈഫിൽ ഞാൻ ചെയ്ത 3 വലിയ മിസ്റ്റേക്സ് ആട്ടോ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നത്. ഒന്ന്, ഫിസിക്കൽ ഹെൽത്തിനും മെൻ്റൽ ഹെൽത്തിനും സീറോ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഷിഫ്റ്റ് ഉള്ള സമയത്ത് മാക്സിമം ഷിഫ്റ്റ് എടുക്കുകയും ഷിഫ്റ്റ് ഇല്ലാത്ത സമയത്ത് അയ്യോ എനിക്ക് ഷിഫ്റ്റ് ഇല്ലല്ലോ എന്നോർത്ത് വറി ചെയ്യുകയും ചെയ്ത ശേഷം ഷിഫ്റ്റ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. കാരണം ഫിസിക്കൽ ഹെൽത്ത് ഒരുപാട് വീക്കായപ്പോൾ മെൻ്റൽ ഹെൽത്തും അതുപോലെ തന്നെ താഴെ പോയി. അതുകൊണ്ട് തന്നെ ഒരു പറ്റുന്ന രീതിയിൽ ഒരു മീഡിയം റേഞ്ചിൽ കൺസിസ്റ്റൻ്റ് ആയി പോയിരുന്നെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകാമായിരുന്നു എന്ന് തോന്നിപ്പോയി. പിന്നെ ജോബ്സ് പോയ സമയത്ത് ഒരുപാട് വീക്കായിട്ടിരുന്ന സമയങ്ങളും ഉണ്ട്. ആ സമയത്ത് ആ വീക്കായിരുന്ന സമയം കൂടെ നന്നായി യൂട്ടിലൈസ് ചെയ്ത് ജോബ് അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ വെയിറ്റിംഗ് ടൈം കുറച്ചുകൂടെ കുറഞ്ഞേനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 2, ഞാനൊരു ഫ്രഷർ ആണെന്നും എനിക്ക് വലിയ സ്കില്ലും ഒന്നും ഇല്ല എന്ന് വിചാരിച്ച് ഇനിഷ്യൽ ടൈമിലെല്ലാം തന്നെ ഒരു ബേസിക് റോൾസ് തന്നെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു പോയിന്റിന് മുകളിലേക്ക് ആലോചിക്കാൻ പോലും അന്ന് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല നല്ല ജോലികളും കിട്ടുമായിരുന്നെങ്കിൽ കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ എന്നെ ജഡ്ജ് ചെയ്തിരുന്നത് സീറോ എക്സ്പീരിയൻസോട് കൂടി എനിക്ക് എന്ത് കിട്ടാനാണ് എന്നുള്ളൊരു തോട്ടിലാണ്. പിന്നീട് ഗ്രാജുവലി ആ ജോബുകൾ ഡിസ്കംഫർട്ട് ആയ സമയത്താണ് ഞാൻ പുതിയ ജോബിലേക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങിയതും ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് തുടങ്ങിയതും. അത് കുറച്ച് മുന്നേ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് കുറച്ചും കൂടെ ഒരു ബെറ്റർ പൊസിഷനിൽ എത്തിയേനെ. 3, സീറോ നെറ്റ്വർക്കിംഗ്. ഇൻട്രോവേർട്ട് അല്ലായിരുന്നിട്ട് കൂടി പല കാര്യങ്ങളിലും എനിക്ക് പുറത്തേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ സൈഡിൽ നിന്നൊരു സീറോ നെറ്റ്വർക്കിംഗ് എഫേർട്ടാണ് ഞാൻ എടുത്തത്. അതിൽ ഇന്ന് റിഗ്രറ്റ് ചെയ്യുന്നു. കാരണം നെറ്റ്വർക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് UK-യിൽ.